ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ച എന്തെങ്കിലും ദുഷ്കൃതങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിൽ നിന്ന് മാറി അവിടെ ശ്രീത്വത്തെ സുഹൃതത്തെ നിലനിർത്താൻ നമ്മൾ സാധാരണഗതിക്ക് പഴയ കാലത്തെ തറവാടുകളിലൊക്കെ വർഷത്തിലൊരിക്കൽ. നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക മാസം അടുത്തെത്തുകയാണ്. പണ്ടൊക്കെ വീടുകളിൽ കർക്കിടക മാസങ്ങളിൽ ഗണപതി ഹോമം, ഭഗവത് സേവ ഇതൊക്കെ നടത്താറുണ്ട്. ഇന്ന് വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഈ പൂജകൾ നടത്തുന്നുണ്ട്. എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് കൈപ്പകശ്ശേരി ശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയാണ്. തിരുമേനി, സ്വാഗതം. തിരുമേനി, ഗണപതി ഹോമം, ഭഗവത് സേവ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നടത്തുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നൊന്ന് പറയാം. നമ്മുടെ ഈശ്വര സേവയില് വർഷത്തിലൊരിക്കല് നമ്മുടെ സുഹൃതത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ. സുഹൃതം എന്ന് പറയുന്നത് നമ്മൾ എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര ഐശ്വര്യം ഉണ്ടെങ്കിലും ഈശ്വരാംശം നിറഞ്ഞ അവസ്ഥയെ സുഹൃതം എന്നും ഈശ്വരാംശം ഇല്ലാത്ത അവസ്ഥ ദുഷ്കൃതം എന്നാ പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ച എന്തെങ്കിലും ദുഷ്കൃതങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിൽ നിന്ന് മാറി അവിടെ ശ്രീത്വത്തെ സുഹൃതത്തെ നിലനിർത്താൻ നമ്മൾ സാധാരണഗതിക്ക് പഴയ കാലത്തെ തറവാടുകളിലൊക്കെ വർഷത്തിലൊരിക്കൽ ഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തിക്കൊണ്ടിരുന്നു. സ്വാഭാവികമായി അത് കർക്കിടക മാസത്തിൽ അത് പ്രാധാന്യത്തോടെ ചെയ്തുകൊണ്ടിരുന്നു. കർക്കിടക മാസത്തിലാണ് കൂടുതലായിട്ട് പ്രാധാന്യം. കാരണം കർക്കിടകത്തിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ പിന്നെ ചിങ്ങം വരുന്ന പുതിയ വർഷം തുടങ്ങുകയാണ്. നമ്മളെ വർഷം മലയാള വർഷമായിട്ട് നടക്കണം. അപ്പൊ ചിങ്ങം തൊട്ട് പിന്നത്തെ കർക്കിടകം വരെ വന്നിരിക്കുന്ന ദുരിതങ്ങൾ, സങ്കടങ്ങൾ അത് കർക്കിടകത്തോടെ അവസാനിപ്പിച്ച് ചിങ്ങം തൊട്ട് പുതിയൊരു കാലത്തേക്ക്. അപ്പൊ അങ്ങനെ പിന്നെ കർക്കിടകത്തിലെ ദേവക്രിയകൾക്കൊക്കെ കുറച്ചുകൂടെ ശക്തി കൂടുതലും കൂടെ ഉണ്ട്. അപ്പൊ അതങ്ങനെ 2-3 സങ്കല്പങ്ങളാണ്. അപ്പൊ ഈ ഗണപതി ഹോമം കഴിക്കുമ്പോഴാണെങ്കിലും ഈ മുക്കൂറ്റി കൊണ്ടും കറുക കൊണ്ടും നെയ്യ് കൊണ്ടൊക്കെ ഹോമിച്ച്, അപ്പം എല്ലാ ഇങ്ങനെയുള്ള ദ്രവ്യങ്ങളൊക്കെ കൂവളത്തിൻ ചമത, അതുപോലെ ഗണപതി ഹോമത്തിന്റെ പ്രസാദം, ഇതെല്ലാം കൂടി ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഹൃതം അത് വളരെ ഗംഭീരമാണ്. കുടുംബത്തിൽ ഒരുപാട് ദുരിതങ്ങളെ, സങ്കടങ്ങളെ, കഷ്ടതകളെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഗണപതി ഹോമം. അതുപോലെ തടസ്സങ്ങളൊക്കെ മാറി നന്മയിലേക്ക്, ഐശ്വര്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കുന്നതും കൂടെയാണ് ഭഗവത് സേവ. ഭഗവതിയുടെ സേവിക്കാൻ സ്വാഭാവികമായി ദുർഗാസങ്കല്പത്തിലാണ് ഭഗവത് സേവ നടത്താറ്. ചില നാടുകളിൽ ഭദ്രകാളി സമ്പ്രദായത്തിൽ നടത്തും. ഭഗവതിക്ക് ഇപ്പൊ തൃഷ്ടിപ്പ് മന്ത്രം കൊണ്ട്, സ്വയംവര മന്ത്രം കൊണ്ട്, ശ്രീ സൂക്തം കൊണ്ട്, ഭാഗ്യസൂക്തം കൊണ്ടൊക്കെ പുഷ്പാദികളൊക്കെ കഴിച്ച് എന്താണോ ഭക്തന്റെ ദുരിതം, അവിടുത്തെ ആ ദുരിതത്തിലേക്ക് എൻ്റെ കണ്ണിലെ അഗ്നി കൊണ്ട് ആ ദുരിതത്തെ ഇല്ലാതാക്കി ഭക്തരെ മോചിപ്പിക്കുക. അതാണ് ദുരിതഹരമാണ് ദുർഗാ ഭഗവതി. ആ ആ കുടുംബത്തിലെ ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്ത് ദുഷ്കൃതങ്ങളെ ഇല്ലാതായിട്ട് അവിടെ ഒരു ഐശ്വര്യം, ഒന്നൊരു വൈഷ്ണവമൂർത്തിയും കൂടിയാണ് ദുർഗാ ഭഗവതി. സാമ്പത്തികപരമായിട്ട് ജീവിതത്തിലെ സമസ്ത തലങ്ങളിലും സൗഭാഗ്യങ്ങൾ നൽകാൻ, സൗഭാഗ്യങ്ങൾക്ക് നേടാനും, കൂടുതൽ കിട്ടിയില്ലെങ്കിൽ ഉള്ള സൗഭാഗ്യങ്ങളെ നിലനിർത്താനും വേണ്ടിയാണ് ഈ ഗണപതി ഹോമം ഭഗവത്സവ കുടുംബങ്ങളിൽ നടന്നിരുന്നത്. അത് പക്ഷെ കർക്കിടകം എന്നില്ല, ഏത് സമയത്ത്. ഇപ്പം കുടുംബനാഥന്റെ പിറന്നാള് മേടത്തിലാണ്, മേടത്തിൽ കഴിക്കാം. അല്ല കുടുംബനാഥയുടെ പിറന്നാള് മിഥുനത്തിലാണ്, മിഥുനത്തിൽ നടത്താം. അങ്ങനെയൊന്നുമില്ല. പക്ഷെ വർഷത്തിലൊരിക്കലെങ്കിലും കുടുംബത്തൊരു ഗണപതി ഹോമം ഭഗവത് സേവ കഴിക്കാമെങ്കിൽ ആ കുടുംബത്തിലെ നിലനിൽപ്പിന്, ഐശ്വര്യത്തിന്, പരമ്പരയ്ക്ക് അതിഗംഭീരമാണ്. പിന്നെ ഇപ്പൊ ആൾക്കാർ അമ്പലങ്ങളിൽ കഴിക്കുന്നുണ്ട്. അമ്പലങ്ങളിൽ കഴിക്കുമ്പം 25 പേരുടെ 30 പേരുടെ ഒരുമിച്ച് രസീതാക്കും. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളില്ല. പിന്നെ ചില അമ്പലങ്ങളിൽ അകത്ത് തന്നെയാ ഭഗവത് സേവ, അവിടെ അകത്ത് ഭഗവതി ആയിരിക്കും പ്രതിഷ്ഠ, അകത്ത് തന്നെ ഞാൻ പൂജ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതുമല്ല ഭഗവത് സേവ. ഈ ഗണപതി ഹോമം ഭഗവത് സേവ പുറത്ത് പത്മമിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വഴിപാട് കൊടുത്തു, അപ്പം ഇവിടെ അകത്ത് ഭഗവതിയാണ്, അവിടുത്തെ ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം പുറത്ത് കഴിക്കാൻ താല്പര്യമില്ല, സമയമില്ല,
ശരിക്കും പുറത്ത് തന്നെ പത്മമിട്ട് പുറത്ത് പത്മമിട്ട് പൂജ കഴിക്കുക. പത്മയിട്ട് പൂജ കഴിക്കുമ്പോഴാണ് ആ ഗണപതി ഹോമം ഭഗവത്സേവ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വരണം. അകത്ത് ഭഗവതി ആണെങ്കിലും ആ ഭഗവതിക്കും ഈ ഭഗവത്സേവ ഗുണകരമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. ഭഗവതി ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമം ഭഗവത്സേവ നടക്കുന്നത് അത് അകത്ത് കഴിക്കണേയല്ല. അകത്തെന്നും പൂജയുണ്ടല്ലോ ഭഗവതിക്ക്. അപ്പൊ പുറത്ത് ഇത് ഇടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാത്രമായി കഴിപ്പിക്കാമെങ്കിൽ നല്ലതാണ്. ഇതിപ്പോ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 10 പേരുണ്ട്, നാളെ 10 പേരുണ്ട്. കർക്കിടക മാസത്തിലൊക്കെ മിക്കവാറും ഒരു 10-20 പേരുടെ ഒരുമിച്ചായിരിക്കും അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പേരിൽ ഒരു പുഷ്പാതിന് പോലും അവിടെ നടക്കില്ല. മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ഭഗവത്സേവ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവത്സേവയുടെ പത്മവും ആ ഇട്ട പത്മവും ആ പൂവും നമ്മുടെ വകയാണ്. അത് അവിടുന്ന് വാങ്ങിക്കൊണ്ട് വരും. അവിടുന്ന് കിട്ടണ ഭസ്മവും കുങ്കുമവും അല്ല വേണ്ട, ആ പൂജ കഴിച്ച പത്മവും പൂക്കളും എല്ലാം കൂടെ ഒരു പാത്രത്തിൽ വാങ്ങി നമ്മുടെ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കുക. അതൊക്കെ കേമാണ്. കാരണം അപ്പൊ നമ്മുടെ കുടുംബത്തിൽ വെച്ച് കഴിച്ച ഫലം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? കുടുംബത്തിൽ വെച്ച് കഴിക്കാൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഗണപതി ഹോമം ഭഗവത്സവ കുടുംബത്തിൽ വെച്ച് നടത്തുന്നതാണ് അതിഗംഭീരമായിട്ട് വേണ്ടത്. അപ്പൊ അതാണ് അതിന്റെ ഫലം കിട്ടുന്നത്. കാരണം അത് ഒരു വർഷത്തേക്കുള്ള നിലനിൽപ്പിന്, ഒരു വർഷത്തെ കഷ്ടതകൾ മാറ്റുക, അതിനുവേണ്ടിയാണ് അത് കഴിക്കുന്നത്. അത് നല്ലതാണ്, അതികേമാണ്, അതിഗംഭീരമാണ്. പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലും ആളുകൾ ഈ കർക്കിടകത്തില് ഗണപതി ഹോമം. അല്ലാണ്ട് കർക്കിടക മാസത്തിൽ വേറെ പ്രത്യേകതകളൊന്നും. കർക്കിടക മാസം ഒത്തിരി പ്രത്യേക രാമായണ മാസമാണ്. കാരണം വൈഷ്ണവ മാസമാണ്, രാമന്റെ മാസമാണ്, പുണ്യമാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ശുഭത്വത്തിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു ദിവസം. അതൊക്കെ ഒരു വർഷാരംഭത്തിൽ തൊട്ടുമുള്ള മാസം. പിന്നെ ഗണപതി ഹോമം ഭഗവത്സേവ നമ്മൾ അടുത്തുള്ള ഏതമ്പലങ്ങളിലും കഴിക്കാട്ടോ, അതിനും വിരോധമില്ല. നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല കുടുംബത്തെങ്കിൽ നമുക്ക് പറ്റുന്ന ഏതമ്പലമാണോ അമ്പലത്തിൽ കൊടുത്ത് കഴിപ്പിക്കാവുന്നതാണ്, ഒരു നിവൃത്തിയില്ലെങ്കിൽ. പക്ഷെ ഒരു ഗണപതി ഹോമം ഭഗവത്സേവയെങ്കിലും വർഷത്തിൽ ഒരിക്കലും ഒരു കുടുംബത്തിൽ നിന്ന് ചെയ്യുന്നത് വളരെ ഗംഭീരമാണ്. എല്ലാവരുടെയും പേരും നാളും ഒക്കെ കൊടുത്ത് ഗണപതി ഹോമം തൊഴുക, ഭഗവത്സേവയും തൊഴുക. മനസ്സിലാവും. കേറി താമസത്തിന് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് നിരീക്ഷണ കുറെ ആൾക്കാർ. ഒരു വീടിന്റെ ഹൗസ് വാമിങ് മാത്രമാണ് അന്ന് ഗണപതി ഹോമം. ബാക്കി ഇതൊന്നും ബാക്കി ഒന്നും പറ്റില്ല. കാരണം നമ്മുടെ കുടുംബത്ത് സുഹൃതം നിലനിൽക്കണമെങ്കിൽ ക്ഷേത്ര ദർശനം പോലെ, നാമജപം പോലെ, പൂജകളും ഹോമങ്ങളും ഒക്കെ വേണം. അതുകൊണ്ടാണ് ഈ ഏറ്റവും ചെറിയ ഹോമങ്ങളാ ഗണപതി ഹോമം ഭഗവത്സേവ. ഇത്ര ചെറിയ ചെലവ് മതി, വളരെ ചെറിയ മുഴുവൻ സാധനങ്ങൾ ഇങ്ങനെ കൂടി വന്നാൽ തന്നെ 1500 താഴെ സാധനങ്ങളെ വരത്തുള്ളൂ. അത്രേ വരും. വളരെ ചെലവ് കുറഞ്ഞതാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഫലവും അത് അതിഗംഭീരമായ ഫലമാണ്. കാരണം അതുവരെയുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കൂലേ. പിന്നെ നമ്മളൊക്കെ ഭഗവതി ഉപാസകന്മാരാണ്. ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ഭഗവതി ഉപാസന. അതിന്റെ ഒരു കേമത്വം ഉണ്ടല്ലോ. ഗണപതി ഹോമം, ഭഗവത്സേവ ഇവയുടെ പ്രാധാന്യത്തെ കുറിച്ച് തിരുമേനി നമ്മോട് സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.